ഇന്ത്യയിലെ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് മോളിവുഡ്. മറ്റ് ഇൻഡസ്ട്രികളിൽ സൂപ്പർതാര സിനിമകൾ മാത്രം കളക്ഷൻ റെക്കോർഡുകൾ നേടുകയും തകർക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ശക്തമായ കണ്ടന്റുള്ള സിനിമകളാണ് മലയാളത്തിൽ വിജയിക്കുന്നത്. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ലോക പുതുമുഖങ്ങളെ അണിനിരത്തി വന്ന വാഴ 2 എന്നീ ചിത്രങ്ങൾ ഇൻഡസ്ട്രി ഹിറ്റായത് ഇതിന് ഉദാഹരണവുമാണ്. സൂപ്പർ താരങ്ങൾ അണിനിരുന്ന ബിഗ് ബജറ്റ് ചിത്രം പാട്രിയറ്റ് പരാജയമായതും ക്രേസിലേക്ക് കണ്ടന്റിനെ കണക്റ്റാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ കണ്ടന്റാണ് മോളിവുഡിലെ കിങ് എന്ന് പറയുമ്പോഴും പല ഗംഭീര ചിത്രങ്ങളും അർഹിക്കുന്ന കളക്ഷൻ നേടാതെ പോവുകയാണെന്ന്. അടുത്തിടെ കേരളത്തിന് പുറത്തിറക്കം വലിയ ചർച്ചയായ 3 ബോക്സ് ഓഫീസ് ചിത്രങ്ങളുടെ കളക്ഷനാണ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ വർഷം സിനിമാ പ്രേമികളെ ഞെട്ടിച്ച എക്കോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയചിത്രമായ മോഹിനിയാട്ടം, തിയേറ്ററുകളിൽ പ്രദർശനം തുറന്ന ബാലൻ എന്നീ സിനിമകൾ അർഹിക്കുന്ന കളക്ഷൻ ലഭിച്ചിട്ടില്ലെന്ന് എല്ലാവരും വിമർശിക്കുന്നു. കിഷ്കിന്ധാകാണ്ഡത്തിന് ശേഷം ബാഹുൽ രമേശും ദിൽജിത്ത് അയ്യത്താറും കോമ്പിനേഷനെത്തിയ എക്കോ കഥ പറച്ചിലിന് വ്യത്യസ്തത കൊണ്ടും കഥാപാത്രങ്ങളുടെ പ്രകടനം കൊണ്ടും ശ്രദ്ധയാകർഷിച്ചു. OTT റിലീസിന് ശേഷം ചിത്രം കേരളത്തിന് പുറത്തും ചർച്ചയായി. എന്നാൽ ബോക്സ് ഓഫീസിൽ നിന്ന് 44 കോടി നേടി എക്കോ നേടിയത് 70 കോടിയോളം നേടാൻ അർഹതയുണ്ടായിരുന്ന ചിത്രമായിരുന്നു എക്കോ എന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതിഗംഭീര പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ച മോഹിനിയാട്ടമാണ് ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം. തിയേറ്ററിൽ പരാജയപ്പെട്ട OTTയിൽ ഹിറ്റായ ഭരതനാട്യത്തിൻ്റെ സീക്വലാണ് മോഹിനിയാട്ടം. വാഴ 2ൻ്റെ ഓളത്തിനിടയിൽ റിലീസായ ചിത്രം ഗംഭീര വിജയമാണ് നേടിയത്. 50 കോടിയാണ് മോഹിനിയാട്ടത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. 100 കോടി കളക്ഷൻ നേടാനുള്ള പൊട്ടൻഷ്യലുള്ള ചിത്രം 50 കോടിയിൽ ഒതുങ്ങിയെന്ന് മോശമാണെന്നുള്ള കമൻറ്റുകൾ വരുന്നു. ഈ വർഷത്തെ മികച്ച സിനിമാനുഭവമാണ് പലരും വിശേഷിപ്പിച്ച ബാലനും അർഹിച്ച കളക്ഷൻ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. റിലീസ് ചെയ്ത് മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ 30 കോടിയിലേക്കാണ് ബാലൻ ബോക്സ് ഓഫീസിൽ നേടിയത്. ആവേശത്തിൻ്റെ സംവിധാനം തിരക്കഥയൊരുക്കിയ മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ അണിയിച്ചൊരുക്കിയ ചിത്രം ഇതിലും കൂടുതൽ കളക്ഷൻ നേടേണ്ടതെന്ന് സിനിമാ പേജുകൾ പറയുന്നു. ദൃശ്യം 3 പോലുള്ള ലോജിക്കില്ലാത്ത സിനിമകൾ 200 കോടിയിലേറെ നേടുമ്പോൾ ബാലനും മോഹിനിയാട്ടവും 100 കോടി ക്ലബ്ബിൽ കയറാത്തത് മോളിവുഡിലെ ചെറിയ ക്ഷീണമൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇത്രയും കണ്ടന്റുകൾ സിനിമയ്ക്ക് വേണ്ടത്ര കളക്ഷൻ നേടാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങളും വരുന്നു.